ഈ മദ്ഹബ് സ്വീകരിക്കുക എന്ന വഴി ഖുർആനും സുന്നത്തും കൈയൊഴിച്ചു സുന്നികൾ. ഖുർആനും സുന്നത്തും സ്വീകരിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. അതേ അവസരത്തിൽ ഇവിടെ ഏത് വിഷയം എടുക്കുകയാണെങ്കിലും ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി എന്ന് പറഞ്ഞിട്ട് പോകുക വഴി യഥാർത്ഥമായ ഖുർആനിനെയും സുന്നത്തിനെയും കൈയൊഴിച്ചവരാണ് സുന്നികൾ. നീ ഇതിലും വലിയൊരു കച്ചറല്ലോ ഉണ്ടോ? ഖുർആൻ അള്ളാഹിനായിട്ടുള്ള ഇടപാടൊക്കെ സൃഷ്ടികളോട് നടത്തി തനിച്ച മുശ്രിക്കായി ഇസ്ലാമെന്ന് പുറത്താണ്ട് പോയി എന്നെ. രണ്ടാമതോ ഖുർആനും സുന്നത്തും നമ്മൾ കൈയൊഴിച്ച് ചെയ്ത് നമുക്ക് ഖുർആനുമില്ല സുന്നത്തുമില്ല, പിന്നെ എന്താ നമ്മൾ സാധനം? പിറ്റേന്ന് രാവിലെ കണ്ട അസ്സലാമു അലൈക്കും എന്ന് പറയും ചെയ്യും. ഇത് രണ്ടും കൂടി ഇങ്ങനെ വെക്കുക, അത് വേറൊരു ഭാഗം. ഈ രണ്ടാമത്തെ വാദത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ആശയമാണ് ഖുത്ബ, പരിഭാഷ, സ്ത്രീ, ജുമുഅ, കൂട്ടുപ്രാർത്ഥന തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഈ രണ്ട് വിഷയങ്ങളിൽ നിന്ന് ശരിയായി നാം ചില കാര്യങ്ങൾ ചിന്തിക്കണം. ഒന്നാമത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഞാൻ നിങ്ങളിൽ സമർപ്പിച്ചു അല്ലെങ്കിൽ ഒഴിച്ചിട്ടു, നിങ്ങൾക്ക് വേണ്ടി വെച്ചു, തറക്തു ഫീക്കും അംറൈനി. ഒരു ഉദ്ധരിക്കണ അതേ ഹദീസ് തന്നെയാണ് നമ്മൾ ഉദ്ധരിക്കുന്നത്, പിന്നെ അഭിപ്രായ വ്യത്യാസം വേണ്ടല്ലോ. തറക്തു ഫീക്കും അംറൈനി, നിങ്ങളിൽ ഞാൻ രണ്ട് കാര്യത്തെ ഒഴിച്ചിട്ടിരിക്കുന്നു, സമർപ്പിച്ചിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ ഒഴിച്ചിട്ടു, ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ, ആ രണ്ട് കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കും കാലത്തോളം, അതിനെ നിങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കും കാലത്തോളം മതപരമായ അബദ്ധങ്ങളോ തെറ്റുകളോ നിങ്ങൾക്ക് സംഭവിക്കില്ല. ഏതാണത്? കിതാബുല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്, വസുന്നത്തു റസൂലിഹി, അവന്റെ പ്രവാചക ചര്യയുമാണെന്ന് ഖാല റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സുഹൃത്തെ, ഇവിടെ ശ്രദ്ധേയമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മയിൽപ്പെടുത്തുന്നു. ഞാൻ നിങ്ങളിൽ സമർപ്പിച്ചു എന്നാണല്ലോ പറയുന്നത്. തറക്തു, ഞാൻ ഒഴിച്ചിട്ടു, ഞാൻ നിങ്ങളിൽ സമർപ്പിച്ചു. ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഞാൻ ആരാ, നിങ്ങൾ ആരാണ് എന്നാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളിൽ സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന കക്ഷി ആര്, നിങ്ങൾ എന്ന് പറയുന്ന കക്ഷി ആര്? നമുക്ക് സമാധാനത്തിൽ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ എന്ന് പറയുന്ന ആള് മഹാനായ മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സുന്നള സദസ്സാണ്, അത് എന്റെ മട്ടം പോലെ തന്നെ പാടണം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അതിലൊന്നും യാതൊരു കുറവുമില്ല, നമ്മളെ അദ്ദാത്തും താത്തീബിനൊന്നും ഒരു കുഴപ്പമില്ല, നമുക്ക് സമാധാനത്തിൽ പറയാമെന്ന് മാത്രം. ഞാൻ നിങ്ങളിൽ സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന കക്ഷി ആരാണെന്ന് തിരിയണ്ടേ, മനസ്സിലാവണ്ടേ? നിങ്ങൾ എന്ന് പറയുന്ന കക്ഷിയും ആരാണെന്ന് മനസ്സിലാവണല്ലോ. ഞാൻ എന്ന് പറയുന്ന ആള് നബിയാണെങ്കിൽ ഫീക്കും എന്ന് പറയുന്ന കക്ഷികള് ഞാനും നിങ്ങളും ആണ് എന്ന് സങ്കല്പിച്ചാൽ എവിടെ വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ ഖുർആൻ സമർപ്പിച്ചത്? ഈ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നേരെ ഖുർആൻ കേട്ടവരാണോ? ഇത് ശരിക്കും ബുദ്ധിപരമായി നിങ്ങൾ ചിന്തിക്കണം. ഞാനോ നിങ്ങളോ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ നിന്ന് നേരെ ഖുർആനിനെ കേട്ട് പഠിച്ചവരാണോ? ഇല്ല. ആ അല്ല എന്ന് വരികിൽ ഞാൻ നിങ്ങളിൽ എന്ന് പറയുന്ന നിങ്ങൾ എന്ന് പറയുന്ന കക്ഷി ഞാനും നിങ്ങളും ആവാൻ സാധ്യതയുണ്ടോ? ശരിക്കും ചിന്തിക്കണം. ഞാൻ നിങ്ങളിൽ സമർപ്പിച്ചു എന്ന് പറയുന്ന ആള്, ഞാൻ എന്ന് പറയുന്ന ആള് നബിയാണെങ്കിൽ ഫീക്കും നിങ്ങളിൽ എന്ന് പറയുന്ന നിങ്ങൾ എന്ന് പറയുന്ന കക്ഷി ഞാനും നിങ്ങളും ആവാൻ സാധ്യത എവിടെ? നിങ്ങൾ എന്ന് പറയുന്ന കക്ഷി ഞാനും നിങ്ങളും അല്ല ആണ് എന്ന് സങ്കല്പിച്ചാൽ തറക്തു എന്ന് പറയുന്ന ആള് നബിയാവാൻ സാധ്യതയുണ്ടോ? നല്ല ചിന്തിക്കണേ. ഇത് പൊട്ടീസാക്കും ഖണ്ഡന പ്രസംഗക്കാര് എന്താണെന്നറിയോ? കണ്ടോ, ഖുർആനും സുന്നത്തും നിങ്ങൾക്കല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതിനാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ശ്രദ്ധിക്കണം എന്നുള്ളത്. നിങ്ങൾ എന്ന് പറയുന്ന കക്ഷി ഞാനും നിങ്ങളും ആണെങ്കിൽ ഞാൻ എന്ന് പറയുന്ന കക്ഷി നബിയാവാൻ സാധ്യതയുണ്ടോ? ചിന്തിച്ചു നോക്ക്.
കാരണം ഞാനോ നിങ്ങളോ നബിയിൽ നിന്ന് നേരെ കേട്ടവരോ നബിയെ കണ്ടവരോ ഒന്നുമല്ല. എന്നിരിക്കെ നിങ്ങൾ എന്ന് പറയുന്ന കക്ഷി ഞാനും നിങ്ങളും ആവുന്നത് എങ്ങനാ? ആവാൻ തരമുണ്ടോ? ഞാനും നിങ്ങളും ആണ് എങ്കിൽ തറക്തു എന്ന് പറയുന്ന ആള് നബിയാവാൻ സാധ്യതയുണ്ടോ? ഇല്ല. എന്ന് വരികിൽ ഞാൻ നിങ്ങളിൽ എന്ന് പറയുന്ന ഞാനാര് നിങ്ങളാര് എന്ന് ആദ്യം പഠിക്കണം. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യം സമർപ്പിച്ചു. ഒന്ന് വിശുദ്ധ കിതാബ്, അള്ളാഹുവിന്റെ കിതാബാകുന്നു എന്ന്. അത് ആരുടെ മേലാണ് സമർപ്പിച്ചത്? ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ആരുടെ മുമ്പിലാണ് സമർപ്പിച്ചത്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ലോകത്ത് സമർപ്പിച്ച രീതികൾ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന്റെ മുമ്പിൽ എങ്ങനെ സമർപ്പിച്ചു? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ഖുർആൻ ആയത്തുകളെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മേൽ ഓതിക്കൊടുത്തുകൊണ്ട് സമർപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിനെ ഇവിടെ സമർപ്പിച്ചത് എങ്ങനെയാ? യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ ഖുർആൻ ആയത്തുകളെ ഓതിക്കൊടുത്തുകൊണ്ട് സമർപ്പിച്ചു. ഞാൻ നിങ്ങളുടെ മേൽ കിതാബിനെ സമർപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ സമർപ്പണ ശൈലി ഖുർആൻ പറയുന്ന യത്ലു അലൈഹിം, അള്ളാഹുവിന്റെ റസൂൽ അവരെ മേൽ ഓതിക്കൊടുത്തുകൊണ്ട് സമർപ്പിച്ചു. നബിയുടെ അടുക്കൽ നിന്ന് ഓത്ത് കേട്ട ആളുകൾ ആരാ? അവിടെ വയസ്സായ ആൾക്കാരുണ്ടോ? ഞാൻ ഒരിക്കൽ നബിന്റെ അടുക്കൽ കേട്ട് പഠിച്ചു വന്നാണ്. ആരുടെ മേലാണ് നബി ഓതിക്കൊടുത്തത്? യത്ലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊടുത്തു അലൈഹിം, അവരുടെ മേൽ. ആരുടെ മേൽ ഓതിക്കൊടുത്തു? ആരാണ് നബിയിൽ നിന്ന് ഓത്ത് കേട്ടത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ്. സംശയമുണ്ടോ? ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ്, വകദാലിക സായിറു സ്വഹാബത്തി റളിയല്ലാഹു തആല അൻഹു. പരിശുദ്ധരായിരിക്കുന്ന സഹാബത്തിന്റെ മേലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിനെ ഓതിക്കൊടുത്തത്. ഈ യാഥാർത്ഥ്യം നിഷേധിക്കാൻ സാധ്യമാണോ? ആ സഹാബത്തിനോടാണ് പറയുന്നത് ഞാൻ നിങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന്. നബി ഇപ്പം ഒരു ചോദ്യമുണ്ട്. എന്താ? വേഗം ചോദിക്കാം. അള്ളാഹിനോട് ചോദിക്കണം മുഴുവനും, സൃഷ്ടിനോട് ചോദിക്കാൻ പറ്റുമോ? എന്നാ എന്തായതറിയോ? കുത്തനായി. ഭാര്യനോട് ചോദിക്കണമൊക്കെ അള്ളാഹിനോട് ചോദിക്കാൻ പറ്റുമോ? അപ്പൊ ഇതിനർത്ഥം അള്ളാഹ്ക്ക് കൈവില്ലാന്നാ? എന്റെ പെണ്ണുങ്ങൾ അത്രയും കൂടി കൈവില്ലാന്നാണോ? വിഡ്ഢിത്തമാണത്. ആ ചോദ്യം തന്നെ അബദ്ധമാ. ബഹുമാനികളെ, നിങ്ങൾ ആലോചിക്കണം. യത്ലു അലൈഹിം ആയാതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊടുക്കുന്നു. ആരുടെ മേൽ ഓതിക്കൊടുക്കുന്നു? സഹാബത്തിന്റെ മേലല്ലേ ഓതിക്കൊടുത്തത്? സഹാബത്തല്ലേ നബിയിൽ നിന്ന് ഓത്ത് കേട്ടത്? യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. എന്തിനപ്പോ ഓതിക്കൊടുക്കുന്നത്? പിന്നെ അവിടെ കലക്കൂ. എന്തിനാ ഓതിക്കൊടുക്കുന്നത്? അവർ അറബികളല്ലേ, അവർക്ക് അറബി ഭാഷ പണ്ഡിറ്റുമാരല്ലേ. അവർ ഏത് തരത്തിലുള്ള അറബികളായാലും ശരി, പരിശുദ്ധ ഖുർആൻ അത് ശരിയായ ഒരു ഖാരിയിൽ നിന്ന് കേൾക്കൽ നിർബന്ധമാണ് എന്നാ ഖുർആൻ പഠിപ്പിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മേൽ ഓതിക്കൊടുത്തു. അവർക്ക് അറബി ഭാഷ അറിയാത്തതിന്റെ പേരിലാണോ? അല്ല. ഒരു അറബി ഭാഷ പണ്ഡിറ്റായതുകൊണ്ട് ഖുർആൻ വായിക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. അറബി ഭാഷ ഒരാൾക്ക് അറിഞ്ഞു, അറബിയിലുള്ള വേർഡുകൾ വായിക്കാൻ അവനക്കറിയാം, അതിന്റെ ഭാഷാശാസ്ത്രം മുഴുവനും അവൻ പഠിച്ചു എങ്കിൽ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ പാരായണ ശാസ്ത്രം മറ്റൊന്നാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ സൂറത്ത് പരിശുദ്ധ ഖുർആൻ മറിച്ചു. ആദ്യമായി നാം ഫാത്തിഹ സൂറത്ത് കാണുന്നത് തൊട്ടടുത്ത് സൂറത്തുൽ ബഖറ. ആ അൽ ബഖറന്റെ ഹെഡിങ് എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കഴിഞ്ഞിട്ട് ആ വാചകം എങ്ങനെ വായിക്കാം?